ഗാന്ധിജി കൽക്കത്തയിൽ എത്തിയിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ബംഗാൾ നേതാവായിരുന്ന സയ്യിദ് സുഹ്റവർദി അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. കൽക്കത്തയിലെ ഭ്രാന്ത് പിടിച്ച ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ താങ്കൾക്ക് മാത്രമേ സാധിക്കുള്ളൂവെന്നും അതിനാൽ താങ്കൾ അല്പദിവസം കൽക്കത്തയിൽ താമസിക്കണമെന്നും സുഹ്റവർദി ഗാന്ധിജിയോട് അഭ്യർത്ഥിച്ചു എന്ന് ഗാന്ധിജി പറഞ്ഞു, എത്ര ദിവസവും കൽക്കത്തയിൽ താമസിക്കാൻ ഞാൻ ഒരുക്കമാണ്. പക്ഷേ എനിക്ക് ഒരേ ഒരു വ്യവസ്ഥയുണ്ട്, അതായത് താങ്കൾ കൂടി എന്റെ കൂടെ താമസിക്കണം. സഹോദരങ്ങളെ, ആ വ്യവസ്ഥ കേട്ടയുടനെ സുഹ്റവർദി അത് സമ്മതിച്ചു എന്നുള്ളതാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു മുസ്ലിം സഹോദരന്റെ വീട്ടിൽ താമസിച്ചു തുടങ്ങി. പകൽവേളകളിൽ ഇരുവരും ഒരുമിച്ച് കൽക്കത്തയുടെ തെരുവീതികളിൽ ഇറങ്ങി സമാധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ആ സംഭവങ്ങളെല്ലാം എല്ലാവരും കൗതുകപൂർവ്വം നോക്കിക്കണ്ടു. ജനജീവനം സാധാരണ നിലയിലാവാൻ പിന്നെ അധിക സമയം വേണ്ടി വന്നില്ല. അധിക സമയമില്ലാതെ തന്നെ ജനജീവനം സാധാരണ നിലയിലായി. ഗാന്ധിജിയുടെയും സുഹ്റവർദിയുടെയും സമാധാന പ്രവർത്തനങ്ങളിലൂടെ വർഗീയ ഭ്രാന്തന്മാർ അവരുടെ ആയുധങ്ങൾ ഉറയിലിട്ടുകൊണ്ട് പിൻവാങ്ങാൻ തുടങ്ങി. ഇതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അന്നത്തെ ഗവർണർ ജനറൽ മൗണ്ട്ബാറ്റൻ പ്രഭു ഗാന്ധിജിക്ക് ഒരു കത്തെഴുതി. എന്തായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം? അദ്ദേഹം പറയാണ്, 50,000 ബ്രിട്ടീഷ് പട്ടാളക്കാരെ കൊണ്ട് പഞ്ചാബിൽ സാധ്യമാകാത്തതാണ് ഗാന്ധിജി. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് മാത്രം കൽക്കത്തയിൽ സാധിച്ചിരിക്കുന്നത്. താങ്കൾക്ക് 1000 അഭിനന്ദനങ്ങൾ. അപ്പോഴും ഗാന്ധിജി മൗണ്ട്ബാറ്റൻ പ്രഭുവിനെ മറുപടി കത്തയച്ചു. ആ കത്തിപ്രകാരമായിരുന്നു, കൽക്കത്തയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എന്നെ പോലെ എന്റെ സുഹൃത്ത് സുഹ്റവർദിയും കഠിനശ്രമം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സേവനം കൂടി പ്രശംസിക്കപ്പെടാത്തിടത്തോളം കാലം താങ്കളുടെ അഭിനന്ദന വാക്കുകൾ എനിക്ക് സ്വീകാര്യമല്ല എന്നായിരുന്നു ഗാന്ധിജി പ്രഖ്യാപിച്ച. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഗാന്ധിജിക്കും സയ്യിദ് സുഹ്റവർദിക്കും ഇടയിലുണ്ടായിരുന്ന സാഹോദര്യ ബന്ധം, ഗാന്ധിജിക്കും സയ്യിദ് സുഹ്റവർദിക്കും ഇടയിലുണ്ടായിരുന്ന ആ സാഹോദര്യ ബന്ധം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും അബുൽ കലാം ആസാദിനും ഇടയിലുണ്ടായിരുന്ന ഊഷ്മളമായ ആ സാഹോദര്യം, അതുപോലെ തന്നെ ഗാന്ധിജിക്കും അലി സഹോദരന്മാർക്കും ഇടയിലുണ്ടായിരുന്ന ആത്മബന്ധം. സഹോദരങ്ങളെ, അത്തരം ആത്മബന്ധങ്ങളെ, ചേർന്നു നിൽക്കലുകളെ ഇക്കാലത്തും വളർത്താനും ശക്തിപ്പെടുത്താനുമുള്ള അസുലഭ മുഹൂർത്തമാണ് ഈദടക്കമുള്ള ആഘോഷവേളകൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരന്റെ ഭിന്നിപ്പിച്ചു വലിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തന്ത്രത്തെ പരാജയപ്പെടുത്താൻ ആ സാഹോദര്യത്തിലൂടെ നമ്മുടെ മുൻഗാമികൾക്ക് സാധ്യമായെങ്കിൽ ചരിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഐക്യത്തോടെ കെട്ടുറപ്പോടെ മുന്നോട്ട് പോവാനും ജാതിയുടെയും മതത്തിന്റെയും അമ്പലത്തിന്റെയും പള്ളിയുടെയും പേരിൽ രാജ്യനിവാസികളെ ഭിന്നിപ്പിക്കാനുള്ള അഭിനവ ശ്രമങ്ങളെ കൂട്ടായി പരാജയപ്പെടുത്താനും ഇന്നും നമുക്ക് സാധ്യമാവും എന്നുള്ളതാണ്. മദ്ഹബ് നഹീം സിഖാത്ത, ആപ്പസ് മേ ഭൈദ രഖ്ന, ഒരു മതവും പഠിപ്പിക്കുന്നില്ല. ഇന്നാട്ടിലെ ലോകത്തിലെ ഒരു മതവും പഠിപ്പിക്കുന്നില്ല. എന്തിനു പഠിപ്പിക്കുന്നില്ല? പരസ്പര വൈര്യം കൈകൊള്ളാൻ, പരസ്പരം ശത്രുതയിൽ മുന്നോട്ട് പോവാൻ ഒരു മതവും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസത്തെ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അതിരുകളില്ലാത്ത ആത്മീയതയുടെ വാഹകരായിട്ട് നമ്മൾ മാറുന്നതോടൊപ്പം അതിരുകളില്ലാത്ത മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും പ്രബോധകരും പ്രചാരകരുമായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. വിശ്വാസത്തെ അതിന്റെ പൂർണ്ണതയിൽ തന്നെ നിലനിർത്തുന്നതോടൊപ്പം അതിരുകളില്ലാത്ത സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും പ്രബോധകരും പ്രചാരകരുമായിട്ട് മാറാൻ വിശ്വാസികൾക്ക് സാധ്യമാവണം. അതിനുള്ള ഊർജമാണ് ഈ ഈദ് ദിനത്തിൽ നമ്മൾ സമ്പാദിക്കേണ്ടത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറയാൻ, വൈറഖു ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ ഭിത്തികൾ പടുത്തുയർത്തുന്ന സന്ദർഭം ഇബ്രാഹിം അലൈഹിസ്സലാമിയും ഇസ്മായിൽ അലൈഹിസ്സലാമിയും ചേർന്നുകൊണ്ട് കഅബാലയത്തിന്റെ ഭിത്തികൾ പടുത്തുയർത്തുന്ന സന്ദർഭം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇബ്രാഹിം സ്വന്തമായിട്ടല്ല കഅബാലയത്തിന്റെ നിർമ്മാണം അല്ലെങ്കിൽ പുനർനിർമ്മാണം നിർവഹിച്ചത്, മറിച്ച് തന്റെ പൊന്നോമന പുത്രനെ നെഞ്ചോട് ചേർത്തി നിർത്തിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മഹത്തായ നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഈ ഘട്ടത്തിൽ അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ, നിശ്ചയം നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്, അതിനാൽ ഞങ്ങളിൽ നീ പുണ്യകർമ്മത്തെ സ്വീകരിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്ന. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക മുന്നേറ്റങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ പോലെ നമുക്കും സാധ്യമാവണമെന്നാണ്
ഇബ്രാഹിമി ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 2 ദിവസങ്ങൾ കൂടി അല്ലെങ്കിൽ 3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളുകൾ തുറക്കുകയാണ്. വേനൽ അവധി കഴിഞ്ഞ് അക്ഷരത്തിന്റെയും അറിവിന്റെയും വിസ്മയ ലോകത്തേക്ക് അവർ പ്രവേശിക്കുകയാണ്. നമ്മുടെ മക്കൾ കേവലം സാങ്കേതികമോ അതല്ലെങ്കിൽ അക്ഷരാഭ്യാസമോ മാത്രം നേടിയാൽ പോരാ. നമ്മുടെ മക്കൾ കേവല അക്ഷരാഭ്യാസമോ സാങ്കേതിക മികവോ മാത്രം നേടിയാൽ പോരാ. മൂല്യബോധമുള്ളവരായിട്ട് അവർ മാറണം. വാല്യൂസിനെ കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് അവർ മാറണം എന്നുള്ളവരാണ്. സംസ്കാരമുള്ളവരായിട്ട് നമ്മുടെ മക്കൾ മാറണം. ഏറ്റവും നല്ല സംസ്കാരം മക്കൾക്ക് പകർന്നു നൽകുന്നതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു സമ്മാനവും ഒരു രക്ഷിതാവും ഒരു മകനും നൽകിയിട്ടില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നല്ല സംസ്കാരമുള്ളവരായി, നല്ല മര്യാദയുള്ളവരായി, നല്ല വാല്യൂസുകൾ കാത്തു സൂക്ഷിക്കുന്നവരായി നമ്മുടെ മക്കളെ വളർത്തുക എന്നുള്ളതാണ്. അവരെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരായി, മുതിർന്നവരെ ബഹുമാനിക്കുന്നവരായി, ഗുരുനാഥന്മാരെ ആദരിക്കുന്നവരായി, സൽസ്വഭാവമുള്ളവരായിട്ട് വളരണം. ധാർമ്മികതയും സംസ്കാരവുമുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കലാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഉദാത്തമായ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അധ്യാപകരും രക്ഷകർത്താക്കളും സമൂഹവും ഒന്നായി പ്രവർത്തിക്കുമ്പോൾ ചില പൈശാചിക ശക്തികളെ നാം തിരിച്ചറിയാതെ പോകരുത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, മദ്യവും രാസലഹരി അടക്കമുള്ള മയക്കുമരുന്നുകളും ഇന്ന് സമൂഹത്തിൽ സർവ്വവ്യാപിയായിരിക്കുകയാണ്, വ്യാപിച്ചിരിക്കുകയാണ്. അങ്ങേയറ്റം നിഗൂഢമായ മാർഗങ്ങളിലൂടെ നമ്മുടെ വിദ്യാർത്ഥികളിലേക്കും കൗമാരക്കാരിലേക്കും അടക്കം രാസലഹരി എത്തിച്ചുകൊണ്ട് അവരെ പിഴപ്പിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുകയാണ്. ലഹരിയുടെ നീരാളി പിടുത്തത്തിൽ നിന്ന് നമ്മുടെ കൗമാര യൗവനത്തെ പൂർണ്ണമായും വിമോചിപ്പിക്കാനുള്ള കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടാകണം. സഹോദരങ്ങളെ, ലഹരിക്കെതിരെ യുവജന സംഘടനകളുടെയും കഴിഞ്ഞ ഗവൺമെന്റിന്റെയും നേതൃത്വത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടായി. പക്ഷേ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും അവസാനിപ്പിക്കേണ്ടതല്ല. ലഹരിക്കെതിരെ പ്രവർത്തനങ്ങൾ നിരന്തരമായി തുടരേണ്ടതാണ്. ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാവാം നമ്മുടെ പുതിയ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് മയക്കുമരുന്നിന്റെ വേരിറക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച വാർത്ത നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളെല്ലാവരും വ്യത്യസ്ത കക്ഷി രാഷ്ട്രീയ താല്പര്യമുള്ളവരാണ്. എല്ലാവരും ഒരേ രാഷ്ട്രീയ പാർട്ടിയോടോ ഒരേ മുന്നണിയോടോ ആഭിമുഖ്യമുള്ളവരല്ല. പക്ഷെ അതോടൊപ്പം തന്നെ ലഹരിയിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിദ്യാർത്ഥി യുവജനങ്ങളെ വിമോചിപ്പിക്കാനുള്ള ഓപ്പറേഷനെ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ പിന്തുണയ്ക്കുകയാണ്. ലഹരിമുക്തമായ സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള സുപ്രധാന കാൽവെപ്പാക്കി ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഓപ്പറേഷൻ തൂഫാനെ അല്ലാഹു മാറ്റുമാറാവട്ടെ. ഈ പദ്ധതിയെ പൂർണ്ണ വിജയത്തിലെത്തിക്കുമാറാവട്ടെ.